ഹലോ മക്കളെ, വെൽക്കം ടു എജുപോർട്ട് ലേണിംഗ്. നമ്മുടെ എക്സാം പ്രിപ്പറേഷനൊക്കെ എങ്ങനെയുണ്ട് മക്കളെ? നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് SLC IT തിയറിയിലെ ചാപ്റ്റർ 3 കമ്പ്യൂട്ടർ ലാംഗ്വേജസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് വരുന്ന ചോദ്യങ്ങളാണ്. സോ നമുക്ക് ഫസ്റ്റ് പാറ്റേൺ ജസ്റ്റ് നോക്കാം. നമുക്കറിയാം ടോട്ടൽ 10 മാർക്കാണ് ഉണ്ടാവുക. തിയറിക്ക് 2 പാർട്ട് ഉണ്ട്. ഫസ്റ്റ് പാർട്ടിൽ 10 ക്വസ്റ്റ്യൻസും സെക്കൻഡ് പാർട്ടിൽ 5 ക്വസ്റ്റ്യൻസും. അതിൽ പാർട്ട് എയിൽ 4 ഓപ്ഷൻസ് ആയിരിക്കും, അതിൽ 1 കറക്റ്റ് ആൻസർ ചൂസ് ചെയ്താൽ മതി. പാർട്ട് ബിയിൽ 5 ഓപ്ഷൻസ് ആയിരിക്കും, അതിൽ 2 കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യണം. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സോ എല്ലാവരും സെറ്റ് അല്ലേ മക്കളെ? അതെ അല്ലേ, സെറ്റാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു വി കോൾ എ ലാംഗ്വേജ് ദാറ്റ് ഈസ് എക്സ്പ്രസ്ഡ് യൂസിങ് ഓൺലി 2 സ്റ്റേറ്റ്സ് സച്ച് ആസ് ഓൺ ആൻഡ് ഓഫ്? അതായത് ഓൺ ഓഫ് എന്ന് പറഞ്ഞാൽ 2 സ്റ്റേറ്റ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ലാംഗ്വേജ് നമ്മൾ എന്ത് വിളിക്കും? ഹൈ ലെവൽ ആണോ, പൈത്തൺ ആണോ, ബൈനറി ആണോ, ജാവയാണോ? യെസ് മക്കളെ, ഇറ്റ് ഈസ് ബൈനറി ലാംഗ്വേജ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം ദ ഫോളോയിങ് ലിസ്റ്റ് ഓഫ് ടേംസ് ഐഡന്റിഫൈ ദ വൺ ദാറ്റ് ഡസ് നോട്ട് റെപ്രസെന്റ് ഓൺ സ്റ്റേറ്റ് ഇൻ കമ്പ്യൂട്ടർ ലാംഗ്വേജ്. ഓൺ സ്റ്റേറ്റ് റെപ്രസെന്റ് ചെയ്യാത്ത ടേം ഏതാണ്? ഹൈ ഓൺ സ്റ്റേറ്റ് റെപ്രസെന്റ് ചെയ്യും, ട്രൂ റെപ്രസെന്റ് ചെയ്യും, വൺ റെപ്രസെന്റ് ചെയ്യും. പക്ഷേ ഇവർ ചെയ്യാത്ത ഏതാണ്? പോസിറ്റീവ്. സോ ആൻസർ എന്തായിരിക്കും മക്കളെ? ആൻസർ ഈസ് പോസിറ്റീവ്. ആൻസർ എന്താ മക്കളെ? ആൻസർ ഈസ് പോസിറ്റീവ്. പോസിറ്റീവ് എന്ത് റെപ്രസെന്റ് ചെയ്യില്ല? ഓൺ അല്ലെങ്കിൽ വണ്ണിനെ റെപ്രസെന്റ് ചെയ്യില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which program convert instructions written in human understandable language into binary language? ഇതിൽ ഏത് പ്രോഗ്രാമാണ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡബിൾ ലാംഗ്വേജ് കൺവേർട്ട് ചെയ്യുക ഏതിലേക്ക്? ബൈനറി. ഇതിൽ ഏതാണ്? ബൈനറി പ്രോഗ്രാം ആണോ, ഹൈ ലെവൽ ആണോ, ട്രാൻസ്ലേറ്റർ ആണോ, സോഴ്സ് കോഡ് ആണോ? ഇറ്റ് ഈസ് ട്രാൻസ്ലേറ്റർ പ്രോഗ്രാംസ്. ഓക്കെ, നെക്സ്റ്റ്, കമ്പൈലർ പ്രോഗ്രാംസ് ആൻഡ് ഇന്റർപ്രറ്റർ പ്രോഗ്രാംസ് ഫോൾ അണ്ടർ ദ വിച്ച് ഓഫ് ദ ഫോളോയിങ് കാറ്റഗറി? ഹൈ ലെവൽ ആണോ, സോഴ്സ് കോഡ് ആണോ, പൈത്തൺ ആണോ, ട്രാൻസ്ലേറ്റർ ആണോ? ഇതെന്തിനാണ്? നമ്മൾ കൺവേർഷനാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ കൺവേർഷൻ യൂസ് ചെയ്യുമ്പോൾ അതെന്തായിരിക്കും മക്കളെ? ഇറ്റ് ഈസ് ട്രാൻസ്ലേറ്റർ പ്രോഗ്രാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ട്രാൻസ്ലേറ്റർ പ്രോഗ്രാം ദാറ്റ് കൺവേർട്സ് ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻ എൻറ്റയർലി ഇൻ ടു ബൈനറി ലാംഗ്വേജ് ആൻഡ് സ്റ്റോർസ് ഇൻ സെപ്പറേറ്റ് ഫയൽ? ഇവിടെ എന്താണ്? അതായത് ഹൈ ലെവൽ ലാംഗ്വേജിനെ ബൈനറി ലാംഗ്വേജ് കൺവേർട്ട് ആക്കി അത് എത്ര മാത്രമല്ല, അതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? വേറൊരു സെപ്പറേറ്റ് ഫയലിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇതിൽ ഏതായിരിക്കും? ഇൻ്റർപ്രിറ്റർ ആണോ, ഹൈ ലെവൽ ആണോ, സോഴ്സ് കോഡ് ആണോ, കമ്പൈലർ ആണോ? യെസ്, ഇറ്റ് ഈസ് കമ്പൈലേഴ്സ്. അതായത് എന്താണ് മക്കളെ? ഹൈ ലെവൽ ലാംഗ്വേജ് മുഴുവനായിട്ട് ബൈനറി ലാംഗ്വേജ് കൺവേർട്ട് ചെയ്തിട്ട് ആ കൺവേർട്ട് ചെയ്തതിനെ പുതിയൊരു ഫയലിൽ സ്റ്റോർ ആക്കി വെക്കും. അപ്പോൾ അതെന്താണ്? ഇറ്റ് ഈസ് കമ്പൈലേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, given below some statement about compilers in computer languages, identify the incorrect statement. ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഐഡൻറ്റിഫൈ ചെയ്യണം. സോ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. കമ്പൈലേഴ്സ് ആർ ദോസ് ദാറ്റ് കൺവേർട്ട് ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ്ലി ഇൻ ടു ബൈനറി ലാംഗ്വേജ് ആൻഡ് പ്രൊവൈഡ് ദം ഇൻ എ സെപ്പറേറ്റ് ഫയൽ. നമ്മളിപ്പം പറഞ്ഞാണല്ലോ, അപ്പോൾ ഡെഫിനറ്റ്ലി എന്താണ്? അത് ശരിയാണ്, കമ്പൈലേഴ്സിനെ പറ്റിയിട്ട്. ഓക്കെ, നമുക്ക് ഇവിടെ എന്താ വേണ്ടത് മക്കളെ? ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് വേണ്ടത്. ഓക്കെ, അപ്പം ബി നോക്കാം. കമ്പൈലേഴ്സ് ട്രാൻസ്ലേറ്റ് ഈച്ച് ലൈൻ ഓഫ് ഇൻസ്ട്രക്ഷൻ ഇൻ എ ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻ ടു ബൈനറി ലാംഗ്വേജ് ഓൺലി അറ്റ് ദ എക്സിക്യൂഷൻ സ്റ്റേജ്. അങ്ങനെയാണോ? കമ്പൈലർ എക്സിക്യൂഷൻ സ്റ്റേജിൽ മാത്രമാണോ അങ്ങനെ ചെയ്യുക? അല്ല അല്ലേ? അപ്പോൾ ഇതെന്താണ്? ഇത് തെറ്റാണ്. നമുക്ക് ബാക്കിയും കൂടെ വായിച്ചു നോക്കാം. ബൈനറി ഫയൽസ് പ്രൊവൈഡഡ് ബൈ കമ്പൈലേഴ്സ് ഡു നോട്ട് റിക്വയർ ദെയർ സോഴ്സ് കോഡ് ടു ബി റൺ ലേറ്റർ. അത് ആവശ്യമില്ല, ഇത് ശരിയാണ്. പിന്നെ ഹൈ ലെവൽ ലാംഗ്വേജസ് സച്ച് ആസ് ജാവ, C++ യൂസ് കമ്പൈലേഴ്സ് ടു കൺവേർട്ട് ആൻഡ് റൺ പ്രോഗ്രാംസ്. അതും ശരിയാണ്. അപ്പോൾ ഇതിൽ തെറ്റ് ഏതാണ് മക്കളെ? ഇതിൽ ഏതാണ് തെറ്റ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതാണ് തെറ്റ്? അതെ, ഇതിൽ ബി ആണ് തെറ്റ്. അപ്പം ബി ആയിരിക്കും ഇതിൻ്റെ ആൻസർ. കാരണം എന്താ? ഇവിടെ ഇൻകറക്റ്റ് ആണ് ചോദിച്ചത്. അതായത് കമ്പൈലേഴ്സിനെ പറ്റിയിട്ട് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചത്. ഇവിടെ ഇൻകറക്റ്റ് ഏതാണ് സ്റ്റേറ്റ്മെൻറ്റ്? കമ്പൈലേഴ്സ് ട്രാൻസ്ലേറ്റ് ഈച്ച് ലൈൻ ഓഫ് ഇൻസ്ട്രക്ഷൻ ഇൻ എ ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻ ടു ബൈനറി ലാംഗ്വേജ് ഓൺലി അറ്റ് എക്സിക്യൂഷൻ സ്റ്റേജ്. എക്സിക്യൂഷൻ സ്റ്റേജിൽ മാത്രമല്ല കമ്പൈലർ എന്ത് ചെയ്യുക? ഇത് കൺവേർട്ട് ചെയ്യുക. ഓക്കെ അല്ലേ? ഇപ്പോൾ ഇവിടെ ആൻസർ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ട്രാൻസ്ലേറ്റർ പ്രോഗ്രാം യൂസ്ഡ് ഫോർ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സച്ച് ആസ് C++ ആൻഡ് ജാവ? C++, ജാവ ഇങ്ങനത്തെയുള്ള ലാംഗ്വേജിലൊക്കെ എന്താ ട്രാൻസ്ലേറ്റർ പ്രോഗ്രാം ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? ഇൻ്റർപ്രിറ്റർ ആണോ, പൈത്തൺ ആണോ, സോഴ്സ് കോഡ് ആണോ, കമ്പൈലർ ആണോ? എന്താണ് മക്കളെ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഇറ്റ് ഈസ് കമ്പൈലർ. ഓക്കെ, ഇനി ആസ് പാർട്ട് ഓഫ് റൈറ്റിംഗ് എ പ്രോഗ്രാം ടു കാൽക്കുലേറ്റ് എ പേഴ്സൺസ് ഏജ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്ട്രക്ഷൻ കറക്റ്റ്ലി കാൽക്കുലേറ്റ്സ് ഏജ്? അതായത് നമുക്ക് ഒരാളുടെ വയസ്സ് കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് നോക്കാം, ഈ ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ചെയ്യേണ്ടത് സബ്സ്ട്രാക്ട് ദ കറണ്ട് ഇയർ ഫ്രം ദ ഇയർ ഓഫ് ബർത്ത്. സബ്സ്ട്രാക്ട് ദ കറണ്ട് ഇയർ, ഇപ്പോൾ ഉള്ള ഇയർ എന്താണോ അതെന്താണ്? സബ്സ്ട്രാക്ട് ചെയ്യുക ഫ്രം ദ ഇയർ ഓഫ് ബർത്ത്. ബർത്തിൻ്റെ ഇയറിന് സബ്സ്ട്രാക്ട് ചെയ്യുക.
പിന്നെ സബ്സ്ട്രാക്ട് ദ ഇയർ ഓഫ് ബർത്ത് ഫ്രം ദ കറൻറ്റ് ഇയർ. സബ്സ്ട്രാക്ട് ദ ഇയർ ഓഫ് ബർത്ത് ഫ്രം ദ കറൻറ്റ് ഇയർ. ഓക്കെ. പിന്നെ ആഡ് ദ കറൻറ്റ് ഇയർ ടു ദ ഇയർ ഓഫ് ബർത്ത്, മൾട്ടിപ്ലൈ ദ ഇയർ ഓഫ് ബർത്ത് ബൈ ദ കറൻറ്റ് ഇയർ. ഓക്കെ, ഇത് രണ്ടും വായിച്ച് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി പറയും ഇത് രണ്ടും ആൻസേഴ്സ് അല്ല. ഇനി എ ആണോ ബി ആണോ അതാണ് എനിക്ക് അറിയേണ്ടത്. ഇവിടെ എ ആണോ ആൻസർ, ബി ആണോ? നമുക്കിപ്പോൾ ഒരാളെ വയസ്സ് കിട്ടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം എത്രയുള്ളത്? ഇപ്പം 2026 ഇപ്പോൾ 2026 മൈനസ് ആ ഏജ്, നമ്മൾ ജനിച്ച ഇയർ ഏതാണോ ആ ഇയറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വയസ്സ് കിട്ടാൻ വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് മക്കൾ അത് പറയുന്നത്? സബ്സ്ട്രാക്ട് ദ കറൻറ്റ് ഇയർ ഫ്രം ദ ഇയർ ഓഫ് ബർത്ത് ആണോ? സബ്സ്ട്രാക്ട് ദ ഇയർ ഓഫ് ബർത്ത് ഫ്രം ദ കറൻറ്റ് ഇയർ ആണോ? ഏതാ മക്കൾ ഇവിടെ ശരി വരാ? അതെ, ഡെഫിനറ്റ്ലി ബി ആണ്. കാരണം സബ്സ്ട്രാക്ട് ദ ഇയർ ഓഫ് ബർത്ത് ഫ്രം ദ കറൻറ്റ് ഇയർ, കറൻറ്റ് ഇയറിൽ നിന്ന് എന്ത് ചെയ്യണം? ഇയർ ഓഫ് ബർത്ത് സബ്സ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ? സിമ്പിൾ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. വിച്ച് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വാസ് ഡെവലപ്ഡ് ബൈ ദ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ഗൈഡോ വാൻ റോസം? ഗൈഡോ വാൻ റോസം കമ്പ്യൂട്ട് ചെയ്ത അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഏതാണ് മക്കളെ? ഏതാ? ജാവയാണോ, പൈത്തൺ ആണോ, റൂബി ആണോ, PHP ആണോ? നമ്മൾ ഇതിനെ പറ്റി പഠിച്ചത് പൈത്തൺ. സോ പൈത്തൺ ആണ് എന്ത്? ഗൈഡോ വാൻ റോസം ഉണ്ടാക്കിയ ലാംഗ്വേജ്. ഓക്കെ അല്ലേ മക്കളെ? നെക്സ്റ്റ് ചോദ്യം. വെൻ റൈറ്റിംഗ് എ പൈത്തൺ പ്രോഗ്രാം യൂസിങ് എ ടെക്സ്റ്റ് എഡിറ്റർ വിച്ച് ഫയൽ എക്സ്റ്റൻഷൻ ഷുഡ് ബി യൂസ്ഡ് വെൻ സേവിങ് ദ ഫയൽ? നമ്മൾ ഒരു ടെക്സ്റ്റ് എഡിറ്റർ എക്സാമ്പിൾ നോട്ട് പാഡിലോ പൈത്തൺ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമ്മൾ സേവ് ചെയ്യുമ്പം ഡോട്ട് എന്ത് എക്സ്റ്റൻഷനിലാണ് അത് സേവ് ചെയ്യുന്നത്? പൈത്തൺ ആണോ, PY ആണോ, പൈത്തൺ 3 ആണോ, HTML ആണോ? ഏതാണ് മക്കളെ? .py എന്ന് പറഞ്ഞ എക്സ്റ്റൻഷനിലാണ് നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡാറ്റ ടൈപ്സ് കനോട്ട് ബി യൂസ്ഡ് ആസ് എ വേരിയബിൾ ടൈപ്പ് ഇൻ പൈത്തൺ പ്രോഗ്രാം? അതായത് പൈത്തണിൽ വേരിയബിളായി യൂസ് ചെയ്യാൻ പറ്റാത്ത ഡാറ്റ ടൈപ്പ് ഏതാണ്? ഇൻറ്റിജർ നമുക്ക് പറ്റും, ഫ്ലോട്ടും പറ്റും, സ്ട്രിങ്ങും പറ്റും. വീഡിയോ പറ്റുമോ മക്കളെ? ഇല്ല. അപ്പോൾ വീഡിയോ പറ്റില്ല. വീഡിയോ ഈസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ പൈത്തൺ പ്രോഗ്രാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡാറ്റ ടൈപ്സ് ഈസ് സ്യൂട്ടബിൾ ഫോർ performing mathematical operations such as addition, subtraction, multiplication and division? നമുക്ക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന ഏത് ഡാറ്റ ടൈപ്പാണ്? ഇൻറ്റീജർ ആണോ, സ്ട്രിങ് ആണോ, ഇമേജ് ആണോ, ഡേറ്റ് ആണോ? സിമ്പിൾ ആണല്ലേ? ഇറ്റ് ഈസ് ഇൻറ്റീജർ. നമുക്ക് സ്ട്രിങ് വെച്ചിട്ട് ഡിവിഷനൊക്കെ ചെയ്യാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി ഇല്ല. ഓക്കെ, സോ നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ബിലോ ദ സം ലിസ്റ്റ് ഓഫ് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് യൂസ്ഡ് ഇൻ പൈത്തൺ പ്രോഗ്രാംസ് ഐഡൻറ്റിഫൈ ദ ഓപ്പറേഷൻ ദാറ്റ് കണ്ടെയ്ൻസ് ദ കംപ്ലീറ്റ് ആൻഡ് കറക്റ്റ് ലിസ്റ്റ്. സോ നമുക്കിത് നോക്കാം. ഓരോന്നിലും ഇവിടെ ഓരോ അരിത്തമാറ്റിക് ഓപ്പറേറ്റർ തന്നിട്ടുണ്ട്. ഫസ്റ്റ് എന്താ ഉള്ളത്? എഡിഷൻ പ്ലസ്, പിന്നെ സബ്സ്ട്രാക്ഷൻ മൈനസ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. നമുക്ക് ഇങ്കിൻ്റെ കളർ മാറ്റാം. ഓക്കെ, അപ്പോൾ ഇവിടെ എഡിഷൻ ഓക്കെ, സബ്സ്ട്രാക്ഷൻ കൊടുത്തിട്ടുണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഡിവിഷൻ ഈ ഒരു ഐക്കൺ കൊടുത്തിട്ടുണ്ട്, മോഡുലസിന് ഈ ഒരു ഐക്കൺ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബിയിലേക്ക് പോവാം. എഡിഷൻ ഓക്കെയാണ്, സബ്സ്ട്രാക്ഷൻ ഓക്കെയാണ്. പക്ഷേ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ അവിടെ എന്താണ് കൊടുത്തത്? മോഡുലസിൻ്റെ ചിഹ്നമാണ് കൊടുത്തത്. അപ്പോൾ അതെന്താണ്? ഇത് തെറ്റാണ്. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് പോവാം. ഇവിടെ എഡിഷൻ പ്ലസ്, സബ്സ്ട്രാക്ഷൻ മൈനസ്, മൾട്ടിപ്ലിക്കേഷൻ്റെ അവിടെ എന്താ കൊടുത്തത്? ഡിവിഷൻ്റെ ചിഹ്നമാണ്. അപ്പോൾ ഇതെന്താണ്? തെറ്റാണ്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോവാം. എഡിഷൻ പ്ലസ്, സബ്സ്ട്രാക്ഷൻ മൈനസ്. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ അവിടെ ഇവിടെ എന്താണ് കൊടുത്തിട്ടുള്ളത്? ഈ ഒരു ചിഹ്നമാണ് കൊടുത്തത്. അപ്പോൾ ഇതും എന്താണ്? തെറ്റാണ്. സോ നമുക്ക് ആൻസർ എന്ത് കിട്ടി? ഓപ്ഷൻ എ, അതായത് എഡിഷൻ പ്ലസ്, സബ്സ്ട്രാക്ഷൻ മൈനസ്, മൾട്ടിപ്ലിക്കേഷൻ ആ സ്റ്റാറിൻ്റെ ഐക്കൺ, പിന്നെ ഡിവിഷൻ, പിന്നെ മോഡുലസ്. ഓക്കെ അല്ലേ? ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് കാണിച്ചു തരാം എഴുതിയിട്ട്. ഇത് എന്തായാലും തെറ്റിക്കാൻ വേണ്ടി പാടില്ല. എപ്പോഴും മനസ്സിൽ ഓർമ്മയിൽ വെക്കണം. എഡിഷൻ ആകുമ്പോൾ എന്താണ്? പ്ലസ് വരും, സബ്സ്ട്രാക്ഷൻ ആകുമ്പോഴോ മൈനസ് വരും, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ സ്റ്റാർ വരും, പിന്നെ അതേപോലെ തന്നെ ഡിവിഷൻ ആകുമ്പോൾ എന്തായിരിക്കും മക്കളെ വരാ? ഡിവിഷൻ ആകുമ്പോൾ ഇങ്ങനെ വരും, പിന്നെ മോഡുലസ് ആകുമ്പോൾ നമുക്കറിയാം ഈ ഒരു ഐക്കൺ വരും. അപ്പോൾ ഇത് സെറ്റല്ലേ മക്കളെ? സെറ്റല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, അതിനു മുമ്പ് ഇതൊന്ന് മനസ്സിൽ ആലോചിച്ച് വെക്കുക. ഈക്വൽ ടു ആകുമ്പോൾ എന്തായിരിക്കും വരാം മക്കളെ? ഈക്വൽ ടു ആകുമ്പം ഓക്കെ, ഇവിടെ ഈക്വൽ ടു ആകുമ്പം ഇതാണ് ഈക്വൽ ടുവിൻ്റെ സൈന് വരാം. ഓക്കെ, ഇവിടെ കാണുന്നില്ലേ ഈക്വൽ ടുവിൻ്റെ സൈൻ. ഇനി ഗ്രേറ്റർ ദാൻ ആകുമ്പോൾ നമ്മൾ സാധാരണ മാത്സിൽ എന്താണ് കൊടുക്കുക? അതെ, ആ സെയിം ഐക്കൺ തന്നെയാണ്, സെയിം സിമ്പിളാണ് വരിക. ഓക്കെ, ഇനി ലെസ് ദാൻ ആകുമ്പോഴോ ഇങ്ങനെ വരും. ഓക്കെ, ഇനി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ അപ്പോൾ ഗ്രേറ്റർ ദാൻ കൊടുക്കുക, എന്നിട്ട് ഒരു ഈക്വൽ കൊടുക്കുക. അപ്പോൾ എന്തായി ഇത് മക്കളെ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ആയി. ഇനി ലെസ് ദാൻ ഓർ ഈക്വൽ എന്ന് പറയുമ്പോൾ ലെസ് ദാൻ കൊടുക്കുക, ഒരു ഈക്വൽ കൊടുക്കുക. അപ്പോൾ അതെന്തായി? ലെസ് ദാൻ ഓർ ഈക്വൽ ആയി.
പിന്നെ നോട്ട് ഈക്വൽ വരുമ്പോൾ എന്താ മക്കളെ കൊടുക്കുക? നമ്മൾ സാധാരണ ഇങ്ങനെയല്ലേ കൊടുക്കാറ്, പക്ഷേ കമ്പ്യൂട്ടറിൽ ഇങ്ങനെയല്ല, ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുത്തിട്ട് ഈക്വൽ കൊടുക്കുക. അപ്പോൾ ഇതെന്താണ് മക്കളെ വായിക്കുക? നോട്ട് ഈക്വൽ. നമുക്കിനി നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. ഈച്ച് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഹാസ് ഇറ്റ്സ് ഓൺ ടെർമിനോളജീസ് ആൻഡ് റൂൾസ് ഫോർ റൈറ്റിംഗ് പ്രോഗ്രാംസ്. വാട്ട് ആർ ദിസ് കോമൺലി കോൾഡ്? അതായത് ഇപ്പോൾ നമ്മളൊരു ഫോർ ലൂപ്പ് എടുത്താൽ അതെങ്ങനെ എഴുതണം, അതിൻ്റെ റൂൾസ് കാര്യങ്ങളുണ്ട്. ആ റൂൾസ് നമ്മൾ എന്ത് വിളിക്കും? എന്താണ് മക്കളെ വിളിക്കുക? സിൻടാക്സ്. ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ്, ഇഫിൻ്റെ സിൻടാക്സ്, അങ്ങനെയൊക്കെ നമ്മൾ പറയുമല്ലേ. എന്താണ് ഇഫ് ലൂപ്പ്, ഇഫ് കണ്ടീഷൻ എങ്ങനെ നമ്മൾ എഴുതണം, അതാണ് സിൻടാക്സ്. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് ക്യാൻ ബി ഡയറക്ട്ലി അണ്ടർസ്റ്റുഡ് ബൈ എനി ഇലക്ട്രോണിക് ഡിവൈസ്? എനി ഇലക്ട്രോണിക് ഡിവൈസിൽ മനസ്സിലാവുന്നത് ഇതിൽ ഏതാണ്? ഇവിടെ എത്ര ഓപ്ഷൻസ് ഉണ്ട്? 1 2 3 4 5 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എത്ര ആൻസേഴ്സ് ഉണ്ടാവും മക്കളെ? 2 ആൻസേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് അതായത് ഏത് ഡിവൈസിലും, എനി ഇലക്ട്രോണിക് ഡിവൈസ്, ഏത് ഇലക്ട്രോണിക് ഡിവൈസിലും മനസ്സിലാവണം. അത് ഏതൊക്കെയായിരിക്കും? ഓൺ മനസ്സിലാവും. ഓക്കെ, പിന്നെ ഏതായിരിക്കും മക്കളെ? ഓഫ്. അതായത് നമ്മുടെ ഏത് ഇലക്ട്രോണിക് ഡിവൈസ് എടുത്താലും ഓണും ഓഫും നിർബന്ധമായിട്ടും അതിലുണ്ടാവും. ഓൺ ചെയ്യാൻ പറ്റും, ഓഫ് ആക്കാനും പറ്റും അല്ലേ. സോ അതാണ് ഇവിടെ ഓണും ഓഫും എന്താണ്, ഏത് ഇലക്ട്രോണിക് ഡിവൈസ് എടുത്താലും അതിന് മനസ്സിലാവും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സിമ്പിൾസ് ആർ യൂസ്ഡ് ഇൻ ബൈനറി ലാംഗ്വേജ്? സിമ്പിൾ അല്ലേ ബൈനറി ലാംഗ്വേജ്? എയും 0യും 1ഉം. ഓക്കെ, നെക്സ്റ്റ്. ഫ്രം ദ ഫോളോയിങ് ചൂസ് 2 ട്രാൻസ്ലേറ്റർ പ്രോഗ്രാംസ് ദാറ്റ് കൺവേർട്ട് ഇൻസ്ട്രക്ഷൻ റിട്ടേൺ ഇൻ ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡബിൾ കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഇൻ ടു ബൈനറി. നമ്മൾ നേരത്തെ നോക്കിയ ചോദ്യമാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഏതൊക്കെയായിരുന്നു? ഒന്ന് ഏതായിരുന്നു മക്കളെ? ഒന്ന് ഓക്കെ, കമ്പൈലർ പ്രോഗ്രാം. ഓക്കെ, ഇനി വേറെ ഒന്നും കൂടി ഉണ്ട്. അതേതാണ് മക്കളെ? ഇൻ്റർപ്രറ്റർ പ്രോഗ്രാം. നമ്മൾ നേരത്തെ നോക്കിയ സെയിം സംഭവമാണ്, കമ്പൈലറും പിന്നെ അതുപോലെ തന്നെ ഇൻ്റർപ്രറ്ററും. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ലോജിക്കൽ ഓപ്പറേറ്റർ? നമ്മുടെ പൈത്തണിൽ ഒരുപാട് ലോജിക്കൽ ഓപ്പറേറ്റർ ഉണ്ട്. അപ്പോൾ ഇവിടെ കൊടുത്തതിൽ വെച്ചിട്ട് ഏതാണ് എന്താണ് ലോജിക്കൽ ഓപ്പറേറ്റർ അല്ലാത്തത്? ആൻഡ് എന്താണ് മക്കളെ? അതെ, ആൻഡ് ലോജിക്കൽ ഓപ്പറേറ്റർ ആണ്. ഈക്വൽ ലോജിക്കൽ ഓപ്പറേറ്റർ ആണോ? അല്ല. അപ്പോൾ ഈക്വൽ അല്ല. പിന്നെ ഓർ എന്താണ്? ലോജിക്കൽ ഓപ്പറേറ്റർ ആണ്. പിന്നെ നോട്ടും ലോജിക്കൽ ഓപ്പറേറ്റർ ആണ്. പിന്നെന്താണ്? നോട്ട് ഈക്വൽ. അപ്പം ഈക്വലും നോട്ട് ഈക്വലും ലോജിക്കൽ ഓപ്പറേറ്റർ അല്ല. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ വാലിഡ് ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ്ഡ് ഇൻ പൈത്തൺ? നമ്മുടെ പൈത്തണിൽ യൂസ് ചെയ്യുന്ന ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇതിൽ ഏതൊക്കെയാണ്? നമുക്കറിയാം ഒരുപാട് ലൂപ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ കൗണ്ട് ലൂപ്പ് സ്റ്റേറ്റ്മെൻ്റ് ആണോ? അല്ല. പിന്നെ ഫോർ ലൂപ്പാണോ? അതെ, ഫോർ ലൂപ്പ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. പിന്നെ ഫോർവേഡ് ലൂപ്പാണോ? അല്ല. ഓക്കെ, പിന്നെ റേഞ്ചും ലൂപ്പ് അല്ല. ഓക്കെ, പിന്നെ വൈലോ? അതെ, വൈൽ ലൂപ്പാണ്. സോ നമ്മൾ പൈത്തണിൽ യൂസ് ചെയ്യുന്ന ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ലൂപ്പ് ഏതൊക്കെയാണ്? ഫോർ ലൂപ്പും ഉണ്ട്, വൈൽ ലൂപ്പും ഉണ്ട്. കണ്ടീഷണൽ ഏതൊക്കെയാ? ഇഫ് എൽസ്, ഇഫ് എലിഫ് എൽസ് അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഓക്കെ, സോ നമുക്ക് ലാസ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചോദ്യമാണ്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ് വാലിഡ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ഫോർമാറ്റ്സ് ഇൻ പൈത്തൺ പ്രോഗ്രാം? പൈത്തൺ പ്രോഗ്രാമിലെ വാലിഡ് ആയിട്ടുള്ള എന്താണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? നമുക്ക് നോക്കിയാലോ. എൽസ് ഇഫ് ഉണ്ടോ? ഇല്ലല്ലോ, എൽസ് ഇഫ് തെറ്റാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇഫ് എൽസ് ഉണ്ടോ? അതെ, ഇഫ് എൽസ് ഉണ്ട്. അതപ്പോൾ ശരിയാണ്. പിന്നെ ഫോർ ഇൻ റേഞ്ച്. ഫോർ എന്താണ് മക്കളെ? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന്. അപ്പം അത് കണ്ടീഷണൽ അല്ല. ഇഫ് എലിഫ് എൽസ് എന്താണ്? അതെ, അത് കണ്ടീഷണൽ ആണ്. വൈൽ എന്താണ് മക്കളെ? അതൊരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് മക്കളെ ശരിയായിട്ടുള്ളത്? ഇഫ് എൽസും അതേപോലെ തന്നെ ഇഫ് എലിഫ് എൽസും. ഫോറും വൈലും എന്താണ് മക്കളെ? ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. സോ എങ്ങനെയുണ്ട് മക്കളെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ? എങ്ങനെയുണ്ട് തേർഡ് ചാപ്റ്റർ? സിമ്പിൾ അല്ല മക്കളെ? സോ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് നോക്കി വെക്കുക. പിന്നെ ഇത് കൂടാതെ നമ്മുടെ കൈറ്റിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, അതിൻ്റെ വീഡിയോസും കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോയാൽ കാണും. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു ക്ലാസ് ഷെയർ ചെയ്യുക. എന്നിട്ട് എല്ലാവരും പഠിക്കട്ടെ അല്ലേ? ഓക്കെ മക്കളെ, താങ്ക്